+1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ പലരും ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മിസ്റ്റേക്ക് വരുത്തിയ ആളാണെങ്കിൽ നിങ്ങളൊന്ന് യെസ് ആദ്യം കമന്റ് ചെയ്യുക. മിസ്റ്റേക്ക് വരുത്തിയിട്ട് നിങ്ങളെല്ലാം പക്കയാണെങ്കിൽ നോ എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുത്തിയ കുട്ടികൾക്ക് അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നത്. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഈ +1 അലോട്ട്മെന്റിന്റെ മിസ്റ്റേക്ക് വരുത്താൻ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിലായിരിക്കില്ല സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ NCCയുടെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ JRCയുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ അവർ പല കാര്യങ്ങളും ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തെറ്റായി കൊടുത്തു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ മിസ്റ്റേക്കുകൾ പല കുട്ടികളും വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാ കൊല്ലവും ഗവൺമെന്റ് തരാറുണ്ട്. നമുക്കറിയാം ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മെയ് 24 ട്രയൽ അലോട്ട്മെന്റിന് ശേഷമാണ്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഗവൺമെന്റ് എല്ലാ കൊല്ലവും എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് അവർ വരുത്തിയ മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റാൻ പറ്റും, എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗവൺമെന്റ് സർക്കുലർ ഇറക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പൊതുവെ എല്ലാ കൊല്ലവും ഗവൺമെന്റ് എല്ലാം എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ തരാറുണ്ട്. ഇക്കൊല്ലം അങ്ങനെ തന്നെ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്കതിൻ്റെ സർക്കുലർ കിട്ടിയാൽ മാത്രമേ, ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇറക്കുന്ന ആ സർക്കുലറിൽ നിന്ന് മാത്രമേ നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മെയ് 24 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഗവൺമെന്റ് എഡിറ്റ് ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കും. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ സ്കൂളുകളുടെ ഓർഡർ മാറ്റാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മെയ് 24 വെയിറ്റ് ചെയ്യുക. ഇനിയും അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ കഴിവതും മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് നോക്കിയും കണ്ടും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവില്ല, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് വരുന്ന എഡിറ്റിംഗ് ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഡിറ്റിംഗ് ആണെന്നൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം സർക്കുലർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും അപ്ലൈ ചെയ്യുക.